ട്രംപ് ഭരണകൂടത്തിന്റെ $1.8 ബില്യൺ നഷ്ടപരിഹാര ഫണ്ട് താൽക്കാലികമായി നിർത്തിവെച്ചു. വാർത്ത പ്രസാദ് തിയാടിക്കൽ. വാഷിംഗ്ടൺ. മുൻപ് സർക്കാർ ഏജൻസികൾ രാഷ്ട്രീയമായി തങ്ങളെ ലക്ഷ്യമിട്ടുവെന്ന് ആരോപിക്കുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ രൂപീകരിച്ചിരുന്ന ഏകദേശം $1.8 ബില്യൺ ആന്റിവെപ്പണൈസേഷൻ ഫണ്ട് താൽക്കാലികമായി നിർത്തിവയ്ക്കാനുള്ള കോടതി ഉത്തരവ് ട്രംപ് ഭരണകൂടം പാലിക്കുമെന്ന് അറിയിച്ചു. വിർജീനിയയിലെ ഫെഡറൽ കോടതി കഴിഞ്ഞ ആഴ്ച ഫണ്ടിന്റെ പ്രവർത്തനങ്ങളും പണമിടപാടുകളും താൽക്കാലികമായി തടഞ്ഞിരുന്നു. ഫണ്ടിന്റെ നിയമസാധുത ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിൽ കൂടുതൽ വാദം കേൾക്കുന്നതുവരെ പദ്ധതിയുമായി മുന്നോട്ടു പോകരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. ട്രംപ് ഭരണകൂടം കോടതി വിധിയോട് യോജിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയെങ്കിലും ഉത്തരവ് പൂർണ്ണമായി പാലിക്കുമെന്ന് നീതിന്യായ വകുപ്പ് അറിയിച്ചു. ഇതോടെ കുറഞ്ഞത് 2 ആഴ്ചത്തേക്കെങ്കിലും ഫണ്ടിന്റെ നടപ്പാക്കൽ നിർത്തിവയ്ക്കപ്പെടും. ഈ ഫണ്ട് ട്രംപിന്റെ നികുതി രേഖകൾ ചോർന്ന സംഭവവുമായി ബന്ധപ്പെട്ട കേസിലെ ഒത്തുതീർപ്പിന്റെ ഭാഗമായാണ് രൂപീകരിക്കപ്പെട്ടത്. എന്നാൽ ജനുവരി 6 കാപ്പിറ്റോൾ കലാപവുമായി ബന്ധപ്പെട്ട ചിലർക്കും ട്രംപിന്റെ രാഷ്ട്രീയ അനുയായികൾക്കും പണം ലഭിക്കാമെന്ന ആശങ്ക ഉയർന്നതോടെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായ വിമർശനം ഉയർന്നു. ഫണ്ടിന്റെ ഭാവിയെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം കോടതി ജൂൺ 12 നടക്കുന്ന അടുത്ത വാദത്തിനുശേഷമാകും വ്യക്തമാകുക. അതുവരെ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും നിർത്തിവയ്ക്കപ്പെട്ടിരിക്കുകയാണ്. വിർജീനിയയിലെ ഫെഡറൽ കോടതി കഴിഞ്ഞ ആഴ്ച ഫണ്ടിന്റെ പ്രവർത്തനങ്ങളും പണമിടപാടുകളും താൽക്കാലികമായി തടഞ്ഞിരുന്നു. ഫണ്ടിന്റെ നിയമസാധുത ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിൽ കൂടുതൽ വാദം കേൾക്കുന്നതുവരെ പദ്ധതിയുമായി മുന്നോട്ടു പോകരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. ട്രംപ് ഭരണകൂടം കോടതി വിധിയോട് യോജിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയെങ്കിലും ഉത്തരവ് പൂർണ്ണമായി പാലിക്കുമെന്ന് നീതിന്യായ വകുപ്പ് അറിയിച്ചു. ഇതോടെ കുറഞ്ഞത് 2 ആഴ്ചത്തേക്കെങ്കിലും ഫണ്ടിന്റെ നടപ്പാക്കൽ നിർത്തിവയ്ക്കപ്പെടും. ഈ ഫണ്ട് ട്രംപിന്റെ നികുതി രേഖകൾ ചോർന്ന സംഭവവുമായി ബന്ധപ്പെട്ട കേസിലെ ഒത്തുതീർപ്പിന്റെ ഭാഗമായാണ് രൂപീകരിക്കപ്പെട്ടത്. എന്നാൽ ജനുവരി 6 കാപ്പിറ്റോൾ കലാപവുമായി ബന്ധപ്പെട്ട ചിലർക്കും ട്രംപിന്റെ രാഷ്ട്രീയ അനുയായികൾക്കും പണം ലഭിക്കാമെന്ന ആശങ്ക ഉയർന്നതോടെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായ വിമർശനം ഉയർന്നു. ഫണ്ടിന്റെ ഭാവിയെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം കോടതി ജൂൺ 12 നടക്കുന്ന അടുത്ത വാദത്തിനുശേഷമാകും വ്യക്തമാകുക. അതുവരെ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും നിർത്തിവയ്ക്കപ്പെട്ടിരിക്കുകയാണ്.